പുതുതായി പണിയുന്ന വീടിൻ്റെ ബാത്റൂം ഡിസൈൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് യൂട്യൂബിൽ നിന്നെടുത്ത കുറച്ച് ഐഡിയാസാണ് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. ഞാൻ സാൻഡി ജോർജ്. എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ആകെ 4 ബാത്റൂമാണ് ഉള്ളത്. അതിൽ 2 ബാത്റൂം ഞങ്ങൾ ഡിസൈൻ ചെയ്യുന്നത് ഈ വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന ടൈൽ ഉപയോഗിച്ചാണ്. ഇത് ഷോറൂമിൽ നിന്നെടുത്ത ടൈലിൻ്റെ പിക്ചറാണ്. ബാത്റൂമിൻ്റെ ഒരു വാള് അക്വാ ലീവ്സ് വെച്ച് ഹൈലൈറ്റ് ചെയ്തിട്ട് മറ്റുള്ള ഭിത്തികളൊക്കെ പ്ലെയിൻ ആയിട്ടാണ് കൊടുക്കുന്നത്. ഡോറ് തുറന്ന് കയറി ചെല്ലുമ്പോൾ തന്നെ വാഷ് ബേസിൻ, അതിൻ്റെ അടുത്ത് വേണം ടോയ്ലറ്റ് ഏരിയ അറേഞ്ച് ചെയ്യാൻ. ഇതിന് ശേഷമാണ് വെറ്റ് ഏരിയ, അതായത് കുളിക്കുന്നതിനുള്ള ഏരിയ അറേഞ്ച് ചെയ്യുന്നത്. സ്റ്റോറേജിന് വേണ്ടിയിട്ട് ഞാൻ 2-3 ഓപ്ഷൻസ് നോക്കി വെച്ചിട്ടുണ്ട്. ആദ്യത്തെ ഓപ്ഷൻ വാഷ് ബേസിൻ്റെ കീഴെ സ്റ്റോറേജ് ആയിട്ട് കൊടുക്കുകയാണ്. മറ്റൊരു സ്റ്റോറേജ് ഓപ്ഷനാണ്, വാഷ് ബേസിൻ്റെ മുമ്പിലാണല്ലോ നമ്മൾ മിറർ കൊടുക്കുന്നത്. ആ മിററിനോട് കൂടി തന്നെ മിററിൻ്റെ ബാക്ക് സൈഡിലായിട്ട് നമുക്ക് സ്റ്റോറേജ് അറേഞ്ച് ചെയ്യാൻ പറ്റും. ഇത് ഞാൻ ഞങ്ങളുടെ ഫ്ലാറ്റിൽ ചെയ്തിരിക്കുന്ന ഒരു സ്റ്റോറേജ് ഓപ്ഷനാണിത്. ഈ ഓപ്ഷനിൽ ഈ സ്റ്റോറേജിൻ്റെ ഡോറിലായിരിക്കും നമ്മൾ മിറർ ഫിറ്റ് ചെയ്തിരിക്കുന്നത്. ഈ കാണുന്നത് സ്ലൈഡിംഗ് ഡോറുള്ള മിറർ വാൾ ക്യാബിനറ്റാണ്. സ്റ്റോറേജിൻ്റെ മറ്റൊരു ഓപ്ഷനാണ് ഇങ്ങനെ വാളിൽ തിന്നായിട്ടുള്ള ക്യാബിനറ്റ് നമുക്ക് കൊടുക്കാൻ പറ്റും. സ്റ്റോറേജിൻ്റെ 4ാമത്തെ ഓപ്ഷനാണ് ക്ലോസറ്റിന് പുറകിലായിട്ട് ഈ വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത് പോലെ സ്റ്റോറേജ് ചെയ്യുക. ഇത് ആർക്കിടെക്റ്റിനോട് ചോദിച്ചിട്ട് ഞങ്ങളുടെ ബാത്റൂമിൻ്റെ ലേഔട്ട് അനുസരിച്ച് തീരുമാനിക്കണം. ജിപ്സം സീലിംഗ് ചെയ്തിട്ട് അതിലാണ് ലൈറ്റിംഗ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇനി വാഷ് ബേസിൻ ഏരിയ എങ്ങനെ അറേഞ്ച് ചെയ്യാമെന്ന് നോക്കാം. വാഷ് ബേസിൻ ഏരിയയിൽ നാനോ വൈറ്റിൻ്റെ ടോപ്പിൽ വാഷ് ബേസിൻ അറേഞ്ച് ചെയ്തിട്ട് അവിടെ അറേഞ്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഒരു മിറർ, അതുപോലെ തന്നെ സോപ്പ് ഡിസ്പെൻസർ, ടിഷ്യൂ ഹോൾഡർ, പിന്നെ ഒരു പ്ലാന്റ്. അത്രയാണ് അവിടെ അറേഞ്ച് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. വെറ്റ് ഏരിയയിൽ ഭിത്തിക്കുള്ളിൽ തന്നെ ഉള്ള ഒരു കൗണ്ടർ, അതുപോലെ തന്നെ ഗ്ലാസ് സെപ്പറേഷൻ, ഒരു സോപ്പ് സ്റ്റാൻഡ്, ഷവർ എന്നിവയാണ്. കോർണർ പ്ലാന്റ്സിൻ്റെ കുറച്ച് ഫോട്ടോസ് ഞാൻ യൂട്യൂബിൽ നിന്ന് എടുത്തിട്ടുണ്ട്. നമ്മുടെ ബാത്റൂമിന് സൂട്ട് ചെയ്യുന്ന രീതിയിൽ 1-2 കോർണർ പ്ലാന്റ്സ് അറേഞ്ച് ചെയ്യണം. FRP, UPVC അല്ലെങ്കിൽ WPC ഡോറുകളിൽ ഏതെങ്കിലുമാണ് നമ്മൾ അറേഞ്ച് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. വെള്ളം നനഞ്ഞാലും പ്രശ്നമില്ലാത്ത ഡോർസ് വേണം ബാത്റൂമിലേക്ക് തിരഞ്ഞെടുക്കാൻ. അത് നേരിൽ പോയി കണ്ടിട്ട് ഏതാണ് സ്യൂട്ടബിൾ എന്ന് വെച്ചാൽ അതനുസരിച്ച് ഡിസിഷൻ എടുക്കണം. ഇതാണ് ബാത്റൂമിലേക്ക് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വിൻഡോ ഡിസൈൻ. 1 ഇഞ്ച് അകലത്തിലാണ് ഈ വുഡിൻ്റെ പാർട്ടീഷൻസ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇതൊരു സേഫ് ഡിസൈനായിട്ട് തോന്നി. അടച്ചിട്ടാലും ആവശ്യത്തിന് ബാത്റൂമിലേക്ക് എയർ കിടക്കും. അതുപോലെ തന്നെ പുറത്തുനിന്ന് നോക്കിയാൽ കാണുകയുമില്ല. നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളെല്ലാം കൂടാതെ ഒരു മെയിൻ ടവൽ ഹോൾഡറും അതുപോലെ തന്നെ ഹെൽത്ത് ഫോസറ്റും ആവശ്യമാണ്. ബാത്റൂം ഡിസൈൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഈ വീഡിയോയിൽ പറഞ്ഞ ഐഡിയാസ് എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് കരുതുന്നു. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്